കർത്താവേ, മെയ് 11 മെയ് മാസം 11 ഞായറാഴ്ച അങ്ങയുടെ മക്കളുടെ ദിവസം കർത്താവേ, കർത്താവിൻ്റെ ദിവസം പരിശുദ്ധമായി ആചരിക്കണമെന്ന് പറഞ്ഞതിൻ്റെ അതേ ഭയത്തോടും ഭവ്യതയോടും കൂടി അങ്ങയുടെ ദിവസത്തെ ആചരിക്കാൻ അങ്ങയുടെ മക്കളെ സഹായിക്കണമേ ഈശോയെ. കർത്താവെ, ദൈവപൈതന്മാർ ഈ ഭൂമി ജീവിക്കണ പോലെ മാതൃകയായിട്ട് ജീവിക്കാൻ ഞായറാഴ്ച എങ്ങനെയാണ് ഉപയോഗിക്കുക? പണ്ട് പരസ്നേഹ പ്രവൃത്തികളും ഭക്തകൃത്യങ്ങളും പരസ്നേഹ പ്രവൃത്തികളും ദൈവവചനം കേട്ടും വചനം ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ശ്രമിച്ചും അങ്ങനെ ദൈവത്തിൻ്റെ മക്കളെപ്പോലും ഞായറാഴ്ച ജീവിക്കാൻ സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ഞങ്ങളുടെ കുടുംബത്തിൽ ഞായറാഴ്ചയാണ് എല്ലാ പാപങ്ങളും ചെയ്ത് കൂട്ടുന്ന ദിവസം, കർത്താവിൻ്റെ ദിവസം. അപ്പം അങ്ങനെ പ്രാക്കപ്പെട്ട കുടുംബത്തെ പ്രാക്കപ്പെട്ടതാക്കിയിട്ടുള്ള ആൾക്കാരുണ്ട്. വെള്ളമടിക്കുന്നതും കൂട്ടുകമ്പനി കൂടുന്നതും കുപ്പിക്കൂട്ടങ്ങൾ കൂടുന്നതും അതുപോലെ തന്നെ പങ്കുവെച്ച് കുടിക്കണതും എല്ലാ വൃത്തികേടുകളും ചെയ്യുന്ന ഞായറാഴ്ചയാണ്. അപ്പം അങ്ങനെ നാശം പിടിച്ചൊരു കുടുംബത്തിലേക്ക് വരുന്ന ഒരവസ്ഥ വരുന്നതാണ്. ആ കുടുംബത്തിൽ ജീവിക്കുന്ന വിശുദ്ധാത്മാക്കളുണ്ട്. അവരിതൊന്നും കണ്ടും കേട്ടും കാണത്തില്ല. പക്ഷേ എല്ലാ പാപികളും അവർ കുടുംബത്തിൽ ഒറ്റപ്പെടുത്തുന്നുണ്ട്. അവർ ഒറ്റയ്ക്ക് നിന്ന് ഭരിക്കുകയാണ്. പിന്നെ വീട്ടിൽ നിന്നെങ്ങാനും പോകാമെന്നൊക്കെ വിചാരിച്ച് നിൽക്കുന്നവരുമുണ്ട്. എന്നാലും നീ അവിടെ നിൽക്കണം, കുറച്ച് നിൽക്കണത്രയും കാലം നീ നിന്ന് അതിനു വേണ്ടി പ്രാർത്ഥിച്ച് ആ കുടുംബത്തെ പൈശാചിക സ്വാധീനത്തിൽ നിന്ന് ഒഴിവാക്കാൻ ദൈവം തൻ്റെ ദൂതനെപ്പോലെ നിന്നെ ആ കുടുംബത്തേക്ക് വിട്ടിരിക്കണമെന്നൊരു ബോധം നിനക്കുണ്ടാവണം. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ ഇന്ന് ഏതെങ്കിലും പ്രത്യേകമായ കുടുംബദൗത്യത്തിനായി പോകുന്നവരെ, ജീവിത ദൗത്യത്തിനായി പോകുന്നവരെ കർത്താവിൻ്റെ നാമത്തിൽ ആശീർവദിക്കപ്പെടട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. നാളെ തിങ്കളാഴ്ച കൊടുക്കാമെന്ന് പറഞ്ഞവരുണ്ട്, അതുപോലെ തന്നെ ചെയ്യാമെന്ന് പറഞ്ഞവരുണ്ട്. ഇങ്ങനെ കുറേ വാക്കുകൾ നമ്മൾ കൊടുത്തിട്ടുണ്ട്. അതിനൊക്കെ പരക്കം പാഞ്ഞ് പരിവേശപ്പെട്ട് നടക്കുന്ന വ്യക്തികളുണ്ട്. അവരെ എല്ലാം സന്ധിക്ക് സമാധാനപ്പെടുത്തുകയും ചെയ്യട്ടെ. നിൻ്റെ വലത്തും ഇടത്തും വീട്ടിലും വഴിയിലും ജലത്തിലും കരയിലും മുകളുടെ ഹൃദയത്തിലും കർത്താവിൻ്റെ ചൈതന്യം വർഷിക്കട്ടെ. നിനക്ക് പ്രാർത്ഥന മങ്ങിപ്പോയവരെ, പ്രാർത്ഥന തളർന്നു പോയവരെ, പ്രാർത്ഥിക്കാൻ പറ്റാതിരിക്കുന്നവരെ, പ്രാർത്ഥിച്ചിട്ട് അതിൽ വിശ്വാസത്തിൽ പ്രാർത്ഥിക്കാൻ പറ്റാത്തവർ, അവരെല്ലാം സന്ധിച്ച് പ്രാർത്ഥിക്കുന്നു. അവിടെയെല്ലാം കർത്താവിൻ്റെ കൃപ ചൊരിയട്ടെ. കർത്താവെ, രോഗികൾ, പീഡിതർ, ആശുപത്രിയിൽ അഡ്മിറ്റായിട്ടുള്ളവർ, വീട്ടിൽ തന്നെ കിടപ്പ് രോഗികളായിട്ടുള്ളത് കാരണം തന്നെ ബൈസ്റ്റാൻഡർമാരെ പോലെ അവർക്ക് വീട്ടുമായിട്ടുള്ള മറ്റുള്ളവർക്ക് ഒരു പരിപാടിക്കും ഓരോരുത്തരും പോകാൻ പറ്റാത്ത, ഇങ്ങനെ കാണാത്ത കര കെട്ടിയിരിക്കുന്ന കുടുംബങ്ങൾ. അപ്പം ഈ രോഗം പിടിച്ച് കിടക്കുന്നവരെങ്കിലും ചത്താൽ മതിയെന്ന് മനസ്സുകൊണ്ട് പുറത്ത് പറയാൻ പറ്റുന്നില്ലെങ്കിലും ആഗ്രഹിച്ചിരിക്കുന്നത് ദൈവസ്നേഹത്തിൻ്റെ സാക്ഷികളാകാൻ തന്നിരിക്കുന്ന സമയങ്ങൾ പെയ്ത് പെറുക്കിയും അതുപോലെ തന്നെ പൊറുത്തും പല്ലുകടിയും